ഞാനൊരു ബ്ലൈൻഡായിട്ട് ഒരിക്കലും ഇരുന്നിട്ടില്ല വീട്ടിൽ. മനുഷ്യരല്ലേ, എപ്പോഴെങ്കിലും എല്ലാം ചില കാഴ്ചകൾ ഇങ്ങനെ വർണ്ണിച്ച് കേൾക്കുമ്പോൾ പലപ്പോഴും ഞാൻ അതിനെക്കുറിച്ചിട്ട് വേവലാതിപ്പെടാറേ ഇല്ല. കാരണം എനിക്കത് അനുഭവമില്ല കണ്ടിട്ട്. എൻ്റെ ജീവിത വിജയത്തിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ വീട്ടിലെയും പ്രത്യേകിച്ച് ഉണ്ണിയേട്ടൻ്റെ അതുപോലെ എൻ്റെ അച്ഛൻ അമ്മ എല്ലാവരെയും സപ്പോർട്ടും മക്കളെല്ലാവരെയും സപ്പോർട്ടും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. അത് ചോദിച്ചപ്പോ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ചേച്ചിനെ ഇങ്ങനെ നോട്ടം. ചെറിയൊരു ലവ് അത്രേ. ഒറ്റയടിക്കൊന്നും വീണിട്ടില്ല, ഇങ്ങനെ പുറകെ നടന്നു. പിന്നെ ഞാൻ പാവല്ലേന്ന് വിചാരിച്ചു. ഓ ശരിയാ ചേച്ചി, നമ്മളങ്ങ് മനസ്സലിഞ്ഞു കൊടുക്കും. ഉണ്ണിയേട്ടാ കേട്ടല്ലോ അല്ലേ? അലക്കുകൾ ഇപ്പോഴും ഉണ്ടാവും തന്നെ. ഒന്നുമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ നിന്നെ കല്യാണം കഴിക്കുന്നു പറഞ്ഞിട്ട് ഓടി പറഞ്ഞോണ്ട് ആലോചിച്ചിട്ട് പറയാറുണ്ട്. അപ്പൊ ഒരു 3 ദിവസം സമയം കൊടുത്തു ആലോചിക്കുവാൻ. ഉണ്ണിയേട്ടൻ വെക്കുന്ന കറികളിൽ ഏറ്റവും ഇഷ്ടം ഏതാ ചേച്ചിക്ക്? അവക്കൊന്നും ഇഷ്ടമല്ല. പ്രണയം എന്ന് പറയുന്നത് നമ്മള് കുറച്ച് കാൽപ്പനികമായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ കാലം നിലനിൽക്കണം എന്നില്ല. തീർച്ചയായും. പിന്നെ വിവാഹം എന്ന് പറഞ്ഞാല് പ്രാക്ടിക്കലാണ് കുറച്ചുകൂടി. ഞാനും ജന്മനാ ബ്ലൈൻഡ് ആണ്. ഒരു 20 വർഷം മുമ്പ് വരെ ചെറിയൊരു ഷാഡോ കാണുമായിരുന്നു. പക്ഷെ ഫിഗറോ കളറൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്നോട് ഒന്നും ചോദിക്കരുത്, എനിക്ക് സംസാരിച്ച തെറ്റിപ്പോകും. എന്നിട്ടാണോ വീഡിയോ ഒക്കെ അത് ചേച്ചിയുടെ കൂടെ വരുന്നത്? അല്ല, അത് ഞാൻ അധികം ഡയലോഗ് ഇല്ലല്ലോ. ബ്ലൈൻഡിന്റെ കുറെ പരിപാടിക്കാൻ പോയിട്ടുണ്ട്. നമ്മളൊന്നും ഒന്നും അല്ല എന്നുള്ള കാര്യം അപ്പൊ മനസ്സിലാക്കും. ഇവിടെ നമുക്ക് ഒറ്റക്ക് വിടാൻ ഭയങ്കര വിഷമമാണ്. അവള് പറയാറുണ്ട് എപ്പോഴും, ഞാൻ സ്കൂളിലേക്ക് നടന്നു പോയി കൊള്ളാൻ കുഴപ്പമില്ല. പക്ഷെ നമുക്കത് താല്പര്യമില്ല. നമ്മളുള്ളിടത്തോളം കാര്യം നോക്കട്ടെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യൂട്യൂബറായ ആശ ചേച്ചിയാണ് എന്നോടൊപ്പം ഉള്ളത്. ചേച്ചിയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അസാധ്യമാണ് യൂട്യൂബിലെ ആ സംസാരം. എപ്പോഴും ഉണ്ണിയേട്ടാ എന്ന് വിളിച്ചിട്ടുള്ളതും പിന്നെ ചേച്ചിയുടെ പിന്നെ എന്താ പറയുക കുക്കിങ്, അതെനിക്ക് ആ സ്റ്റൈൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിലപ്പുറം ചേച്ചിക്ക് നമ്മൾക്ക് ആദ്യത്തെ വീഡിയോയിലൊന്നും എനിക്ക് മനസ്സിലായില്ല, പിന്നീടാണ് മനസ്സിലായത് ചേച്ചിക്ക് കണ്ണ് കാണില്ല, കാഴ്ച ഇല്ല എന്നുള്ളത് മനസ്സിലായത്. ചേച്ചിയുടെ വീട്ടിലാണ് ഞാൻ വന്നേക്കുന്നത്. ചേച്ചി നമസ്കാരം. നമസ്കാരം. ഇത്രയും വലിയൊരു ഇൻട്രോ ചേച്ചിക്ക് കൊടുക്കണം. അതുകൊണ്ടാണ് വെറുതെ ഒരു എന്നോടൊപ്പം ഉള്ള ആശ ചേച്ചി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചേച്ചി എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അത്രയും നന്നായിട്ട് പറയണം. ചേച്ചി ഇവിടെ ചേച്ചിന്ന് ഞാൻ വിളിക്കുന്നെങ്കിൽ ടീച്ചറാണല്ലേ? അതെ. ഇവിടെ പഠിപ്പിക്കുന്നത്? ഇവിടെ തന്നെ രാവണേശ്വരം ഹയർ സെക്കൻഡറി സ്കൂളില് സോഷ്യോളജി ടീച്ചറാണ്. ഇപ്പൊ ഈ 2009 മുതല്. പക്ഷെ അതിനു മുമ്പ് ഒരു 11 വർഷം പ്രൈമറി സ്കൂൾ സർവീസും ഉണ്ട്. ചേച്ചി ഈ യൂട്യൂബ് തുടങ്ങുന്നത് അല്ലെങ്കിൽ ഈ കുക്കറി പോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് തുടങ്ങുന്നത് ഇഷ്ടം കൊണ്ടാണോ, അതോ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർക്ക് തിരിച്ചു വന്നതിന് ശേഷം എന്തെല്ലാം പരിപാടികളുണ്ട് അതൊക്കെ മാറ്റി വെച്ച് ചേച്ചിയുടെ എന്റർടൈൻമെന്റ് ചെയ്യാനാണോ, അതോ എല്ലാവർക്കും യൂട്യൂബ് ഉണ്ട് ഇനി എനിക്ക് മാത്രം ഇല്ല അങ്ങനെയുള്ള ഇതാണോ? അല്ല, അത് ഞങ്ങളെ ഒരു കമ്മ്യൂണിറ്റി, അതായത് വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റീനെ അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. കാരണം ഞാൻ പിന്നെ യൂട്യൂബ് ചെയ്യുന്നത് ഇപ്പോൾ ഈ 3-4 വർഷമായിട്ടാണ്. പക്ഷേ ഞാൻ കുക്കിംഗ് ചെയ്യുന്നത് ഒരു 10-25 വർഷമായിട്ട് കുക്കിംഗ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഇപ്പൊ ഞാൻ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങള് ഈ യൂട്യൂബ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. കുറഞ്ഞു അല്ല, കുക്കിംഗ് കുറഞ്ഞിട്ടില്ല. പക്ഷെ ബാക്കി ഞാനൊരു വീട്ടിലെ ഏകദേശം കാര്യവും ഞാൻ എങ്ങനെ ചെയ്തു എന്ന് ഇപ്പൊ നോക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുന്നു. കാരണം ഇപ്പൊ ഹയർ സെക്കൻഡറിയിലാണ് കുറച്ച് ലെഷർ ടൈം ഒക്കെ കിട്ടും നമുക്ക്. പക്ഷെ ഞാൻ പ്രൈമറിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ 7 അവറാണ് ആ സമയത്തുള്ളത്. അതിൽ 6 അവറും ഞങ്ങൾക്ക് ക്ലാസ്സിൽ പോകണം. പിന്നെ ഈ കിട്ടുന്ന 1 അവർ ഏതെങ്കിലും 1 അവർ ഫ്രീ ഉണ്ടെങ്കിൽ ആ അവർ കുട്ടികൾ വന്നിട്ട് പിടിച്ചിട്ട് കൊണ്ടുപോകും. അപ്പൊ അന്ന് സ്കൂളിലത്തെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും പിന്നെ അതുപോലെ അവരെ കരിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങളിലും ഒക്കെ ഫുൾ ടൈം എൻഗേജ്ഡ് ആയിട്ട് ഞാൻ വീട്ടിൽ വന്ന് ക്ലീനിങ്, വാഷിങ്, കുക്കിങ് ഇത് മുഴുവനും ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പം ഞാൻ പിന്നെ എന്താന്ന് പറഞ്ഞാൽ വാഷിംഗ് മെഷീൻ വാങ്ങി. ആദ്യമൊന്നും വാഷിംഗ് മെഷീനിൽ അലക്കിയാൽ ഒരു തൃപ്തിയില്ല. പക്ഷെ ഇപ്പം കുറച്ച് നല്ല മെഷീൻ വാങ്ങി വൃത്തിയാവുന്നുണ്ട് ഉള്ളതുകൊണ്ട് അങ്ങനെ വാഷിംഗ് മെഷീൻ പിന്നെ ഉപയോഗിച്ച് കഴിയും. പിന്നെ ക്ലീനിങ് ഒക്കെ ഞാനിപ്പോൾ ഈ ഒരു 2 വർഷം മുമ്പ് വരെ എല്ലാ ദിവസവും നിലം തുടക്കും, മുറ്റടിക്കും, അതെല്ലാം ചെയ്യുമായിരുന്നു. ഇപ്പം പിന്നെ ഒരു ആഴ്ചയിൽ ഒരു 3 ദിവസം ക്ലീനിങ്ങിന് ഒരാൾ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഇനിയിപ്പോൾ ഞാൻ മുറ്റടിക്കണം എന്നുള്ള ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ ഞാൻ നിലം തുടക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പം അടുക്കള ക്ലീനിങ് അങ്ങനെ മാത്രമല്ലാതെ ബാക്കി അത്യാവശ്യം ഒന്ന് റൂം അടിച്ചു വാരും അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാതെ ഇത് മുഴുവനും ഞാൻ തന്നെ ചെയ്തിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇപ്പം ഞാൻ എങ്ങനെ ഇത്രയും കാര്യങ്ങൾ മാനേജ് ചെയ്തു എന്നുള്ളത് എനിക്ക് ശരിക്കും അതിശയം തോന്നുക. കാരണം ഇപ്പോൾ ഒരു പക്ഷേ കുറച്ച് സോഷ്യൽ മീഡിയയിലെല്ലാം
മെനക്കെടാനും വായനൊക്കെ കുറെ സമയം എടുക്കുന്നുണ്ട്. അതൊക്കെ കൊണ്ടായിരിക്കും തോന്നി ഇപ്പൊ സമയം കുറയുന്നത്. സമയം കുറയുന്നു. ചേച്ചി, ഞാൻ സത്യത്തില് ചേച്ചിയോട് അങ്ങനെ തമാശ രൂപേണ ചോദിച്ചതാണ്, എല്ലാവർക്കും യൂട്യൂബ് ഉള്ളതുകൊണ്ട് യൂട്യൂബ് ഉള്ളതാണോ എന്ന്. പക്ഷെ ചേച്ചി കറക്റ്റ് ആയിട്ടാണ് എനിക്ക് മറുപടി തന്നത്. വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾ കാണിച്ചു തരുന്നത് ഒരു വലിയ ലോകമാണ്. ഞാൻ പറഞ്ഞില്ല, ചേച്ചിയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇതെന്ന് പറഞ്ഞാൽ മീൻ മറക്കുമ്പോൾ ചേച്ചി അത് വളരെ കൈകൊണ്ട് തന്നെ അത് മറച്ചിട്ടിട്ട് അത്, അപ്പൊ അതാണ് ഞാൻ ആദ്യം കാണുന്ന വീഡിയോ എന്നെങ്ങാണ്ട് തോന്നുന്നു. അപ്പൊ ഞാനിങ്ങനെ കിടുങ്ങിപ്പോയി, ഇതെങ്ങനെ സാധിക്കുന്നേ? അതെങ്ങനെയാണ് ചേച്ചി ഒരു കുക്കിങ്ങിൽ ചേച്ചി അത് തിരിച്ചറിയാൻ പറ്റുന്നത് നിങ്ങൾക്ക്? പിന്നെ ഞാൻ ആദ്യം അതിന്റെ ഇടയിലൊന്ന് പറഞ്ഞോട്ടെ. ഇപ്പൊ ഈ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിനെ അടയാളപ്പെടുത്തു പറഞ്ഞാൽ ഞാൻ മാത്രമല്ല, ഒരുപാട് ആളുകൾ കുക്കിംഗ് ചെയ്യുന്നുണ്ട്, കുടുംബജീവിതം നയിക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എപ്പോഴും സമൂഹം ചോദിക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാല്, ആര് മുടി കെട്ടിത്തരുന്നു, ആര് സാരി ഉടുത്തു തരുന്നത്, ആര് ഭക്ഷണം വിളമ്പി തരുന്നത്, വായിലിട്ട് കൊടുക്കുന്നത് വരെ ചോദിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ അത് ഫേസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അപ്പം ഞങ്ങളെപ്പോലുള്ള ആളുകൾ ചെയ്യുന്നുണ്ട്. ചെയ്യാൻ പറ്റുമോ അതെങ്ങനെ പറഞ്ഞാല്, അപ്പൊ ഞാനിപ്പോ ചെയ്യുമ്പോ പിന്നെ ആളുകൾ ചിലപ്പോൾ ചോദിക്കും അത് എന്തോ ഒരു എക്സ്ട്രാ കഴിവാണ്, 6th സെൻസ് കൊണ്ടാന്ന്. അങ്ങനെയൊന്നുമില്ല. 5 ഇന്ദ്രിയത്തിലൊന്നില്ല, 4 സെൻസേ ഉള്ളൂ. പക്ഷെ ഇതിങ്ങനെ ഒരു മാജിക് കൊണ്ട് ചെയ്യുന്നതല്ല. നമ്മള് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്തിട്ടു, മീൻ അത് ഓഫ് ചെയ്തിടും അവിടെ കുറച്ചു നേരം. കറിവേപ്പിലെല്ലാം ഇട്ടാണെങ്കിൽ എളുപ്പത്തിൽ അത് കുറച്ചൊന്ന് തണുത്ത് കിട്ടുമ്പോൾ അതിനെടുത്ത് കൈ കൊണ്ട് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ആവും. അല്ലാതെ എനിക്കിപ്പോൾ നിറയെ വെച്ച ഒരു കല്ലിൽ ഇപ്പോൾ നമ്മൾ മീൻ വറുക്കുന്ന ആ ചട്ടിന്ന് ഇതിനോണ്ട് തന്നെ എടുത്തിട്ടാൽ ചിലപ്പോൾ അതിന്റെ ഇടയിൽ ഒഴിഞ്ഞു പോവും, വിട്ടുപോകും. വലുതല്ലാന്നെങ്കിൽ പിന്നെയും ചെയ്യാം, പക്ഷെ ചെറുതൊന്നും പറ്റൂല നമുക്ക്. അപ്പൊ അത് കാണാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമുക്ക് അറിയാനും പറ്റൂല. പക്ഷെ കുറച്ചു നേരം ഓഫ് ചെയ്ത് വെച്ചാൽ അറിയാം. പിന്നെ ടൈമിങ്, ഇപ്പൊ ഒരു ഭാഗം എങ്ങനെ ഫ്രൈ ആയി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ദിവസം ഒരു പ്രഭാതത്തിൽ പറ്റൂല. നമ്മൾ അങ്ങനെ ചെയ്താകുമ്പോൾ നമുക്ക് അതിന്റെ ഇപ്പൊ പരിപ്പ് വട ആക്കുമ്പോൾ നമുക്ക് അതിന്റെ ടൈമിങ് വെച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ്. അല്ലാതെ ഇതൊരു മാജിക്കോ അങ്ങനെയല്ല, എഫേർട്ട് എടുത്തിട്ടാണ്. പക്ഷെ ഇപ്പൊ എഫേർട്ട് അല്ല എനിക്കത്. ഞാൻ സാധാരണക്കാര് ചെയ്യുന്ന പോലെ തന്നെ എന്റെ അടുക്കളയാണെങ്കിൽ ഞാനത് നിത്യാഭ്യാസിയായി അല്ലേ? കറക്റ്റ് ആയിട്ട്. ചേച്ചി ആ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. ചേച്ചി പറഞ്ഞ പോലെ ഒരു എഫേർട്ട് എടുത്ത് നിങ്ങളത് സ്ഥിരമായി ഉപയോഗിച്ച് നിങ്ങൾക്കത് യൂസ്ഡ് ആയി, ചേച്ചി പറഞ്ഞ പോലെ കറക്റ്റ് ആ മുരിവ് വരുമ്പോഴോ ആ സ്മെല്ല് വരുമ്പോഴോ നിങ്ങൾക്കത് സ്മെല്ല് എല്ലാവരും അങ്ങനെ പറയും. പക്ഷെ സ്മെല്ലിനെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റൂല കേട്ടോ. കാരണം തേങ്ങയെല്ലാം വറുത്ത് കഴിഞ്ഞാല് കുറച്ച് ഏകദേശം ഒന്ന് ചെറിയ ഫ്രൈ ആകുമ്പോ തന്നെ ചിലപ്പോൾ സ്മെല്ല് വരും. പക്ഷെ നമുക്കങ്ങനെ ഫുള്ള്, പക്ഷെ ഈ നമ്മൾ തേങ്ങ കൊത്ത് വറക്കുന്നുണ്ടെങ്കിൽ സ്മെല്ല് നമുക്ക് എടുക്കാം. പിന്നെ ആ ശബ്ദം പെട്ടെന്ന് മറ്റൊരു ശബ്ദം വരും. ആ കറക്റ്റ് പാകാവുമ്പോ ആ ശബ്ദം മാറിക്കിട്ടും. അതുപോലെ മുന്തിരി വറക്കുമ്പോ ഞാൻ അതൊക്കെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ ഒന്ന് അണ്ടിപ്പരിപ്പിട്ട് കുറച്ചൊന്ന് സമയം വെക്കാം. അത് കഴിഞ്ഞ് ഈ നമ്മളതിൽ മുന്തിരി ഇട്ട് കഴിഞ്ഞാല് പെട്ടെന്നൊരു ശബ്ദം മാറി വരും. അപ്പൊ തന്നെ അത് കാരണം കാണുന്നവര് എപ്പോഴും കരിച്ചു വെക്കുന്ന സാധനം ഞാൻ വിശ്വസിക്കുന്ന ശബ്ദമാണ്. അതുകൊണ്ട് കരിഞ്ഞു പോവാതെ. അതന്നെ, പായസത്തിൽ എപ്പോ മുന്തിരി ഇട്ടാലും കരിഞ്ഞു പോകും. കാരണം നമ്മളുടെ ഒരു ഞങ്ങൾക്ക് കാണാമല്ലോ എന്നുള്ള ഒരു കോൺഫിഡൻസ് അതാണ് ചേച്ചി. ഇപ്പൊ ചേച്ചി പറഞ്ഞ ചേച്ചി ആ ശബ്ദത്തിനെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് അതുപോലെ ആ മുന്തിരി ഇടുമ്പോ ഇങ്ങനെ ചുണുങ്ങിയിരിക്കുന്ന മുന്തിരി ഒരു വീർത്ത് വരുന്നുണ്ടാവുമല്ലോ അത്. അയ്യോ ഭയങ്കര. നിങ്ങൾക്ക് ഇങ്ങനെ ഓരോത്തിനും ഓരോരോ ചെറിയ ചെറിയ അളവുകൾ മനസ്സിലുണ്ടല്ലേ? അതാണ് A to Z കാര്യങ്ങൾക്ക്. അതില്ലെങ്കിൽ നമുക്ക് ഈ ഫീൽഡിൽ പിടിച്ചേക്കാൻ പറ്റൂല. ചേച്ചി പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ വീഡിയോസിലെല്ലാം തന്നെ ചേട്ടനെ വിളിക്കാറുണ്ട്. പിന്നെ പലതരം കാര്യങ്ങൾ ചേച്ചി ഭയങ്കര രസമായിട്ടാണ് സംസാരിക്കുന്നത്. ഒരു താങ്ക് യു. അത് നമുക്ക് കേട്ടിരിക്കാൻ തോന്നുന്നു. നമ്മള് ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഇപ്പൊ നമ്മൾ അങ്ങനെ ചെയ്തപ്പോ അങ്ങനെ ചേച്ചി വളരെ അതിലൊരു ചെറിയ കാര്യം കണക്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. മനസ്സിലായോ? ഇപ്പൊ ചേച്ചി ഈ പറഞ്ഞതിൽ തന്നെ ഇപ്പൊ പറഞ്ഞ പോലെ ആ മുന്തിരി ഇട്ടപ്പോഴത്തേക്ക് പൊങ്ങി വരുന്ന അതാണ് എന്ന് പറയുന്ന ഒരിതുണ്ടല്ലോ. അതാണ് പെട്ടെന്ന് ആളുകൾ കുറുക്ക് വഴികളാണ് എപ്പോഴും തേടുന്നത്. അത് ചേച്ചിയുടെ നന്നായിട്ട് കിട്ടാറുണ്ട്. ചേച്ചി തന്നെ പറഞ്ഞ പോലെ കൂട്ടത്തിലുള്ള ഒരുപാട് ആളുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പം അത് ജന്മനാ ഉള്ളവരായിരിക്കാം. ജന്മനാ ഉള്ളത് പറഞ്ഞാൽ ഞാനും ജന്മനാ ബ്ലൈൻഡ് ആണ്. ചെറിയൊരു ലൈറ്റ് ഉണ്ടായിരുന്നു ഒരു 25 വർഷം മുമ്പ്, 25 അല്ല ഒരു 20 വർഷം മുമ്പ് വരെ ചെറിയൊരു ഷാഡോ കാണുമായിരുന്നു. പക്ഷെ ഫിഗറോ കളറൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒന്നും അറിയില്ല, കളറിനെ കുറിച്ച് ധാരണയില്ല, ഫിഗർ എങ്ങനെയാണെന്ന് ധാരണയില്ല. പക്ഷെ ഇപ്പൊ ഫ്രണ്ടിൽ ഒരാൾ നടന്നു പോകുന്നുണ്ടെങ്കിൽ സ്ഥിരം പരിചയമുള്ള വഴിയാണെങ്കിൽ ഞാൻ അവരെ ആ കാലിന്റെ ആ ഷാഡോ നോക്കിയിട്ട് അല്ലെങ്കിൽ അവരെ മൊത്തം ആ നിഴൽ ഇങ്ങനെ പോകുന്നതിനനുസരിച്ചിട്ട് ഞാനിങ്ങനെ പോകും. പിന്നെ എവിടെയും കയറാനോ ഇറങ്ങാനോ അങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ അന്ന് സപ്പോർട്ട് ചെയ്യണ്ടു. പക്ഷെ ഇന്നിപ്പോ
എനിക്ക് അത് ലജ്ജയൊന്നും പറയാൻ പറ്റൂല. പക്ഷെ കാഴ്ചയില്ലാതെ എങ്ങനെ ഒരു പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ നടക്കും പോലെ അല്ലല്ലോ പുറമേ നടക്കുന്നത്. പക്ഷെ നടക്കുന്നവരുണ്ട്. അതാണ് ഓരോ വാക്കും ഓരോ കഴിവാണ്. ഞാൻ ഇന്നാളൊരു പയ്യനെ പരിചയപ്പെട്ടതുപോലെ, ആ പയ്യനിപ്പം ലോട്ടറി വിറ്റ് നടക്കുക, കാഴ്ചയില്ല, പക്ഷെ MA ഒക്കെ പഠിച്ച് നന്നായിട്ട് വിദ്യാഭ്യാസമുള്ള. അപ്പൊ ലോട്ടറി വിറ്റപ്പം ലോട്ടറി വിൽക്കുന്ന പറഞ്ഞാൽ ഏറ്റവും തിരക്കുള്ള ഒരു മാർക്കറ്റിലാണ് വിൽക്കുന്നത്, ചാലക്കുടി മാർക്കറ്റിൽ. അപ്പോൾ അത് പോകുന്ന കാണുമ്പോൾ നമുക്കും ടെൻഷൻ ആവും. ആ സ്റ്റിക്ക് ഉണ്ടല്ലോ, നിങ്ങളുടെ സ്റ്റിക്ക് അയ്യോ എൻ്റെ ദൈവമേ. അന്നേരം ഇപ്പം പുള്ളി എന്നോട് പറഞ്ഞു എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത് സ്റ്റിക്ക് കുറെ ഹെൽപ്പ് ചെയ്യും, പിന്നെ എതിരെ വരുന്നവർക്ക് കണ്ണ് കാണാമല്ലോ. അതെ അതെ, അവര് എതിരെ വരുന്നവർക്ക് കണ്ണ് കാണാമല്ലോ. അപ്പൊ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഇപ്പൊ ആ ചേച്ചി പറഞ്ഞല്ലേ, ഇപ്പൊ കുറെ ആളുകൾക്ക്, ഇപ്പം ചില ആളുകൾക്ക് ഞാൻ കേട്ടിട്ടുണ്ട്, ചിലപ്പോൾ എന്തെങ്കിലും ആക്സിഡന്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് കണ്ണ് കാഴ്ച നഷ്ടപ്പെടുന്നവർക്ക്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇതുവരെ കണ്ട കാഴ്ച ഉണ്ടാവും അവർക്ക് ഉണ്ട്. അപ്പൊ അവർക്ക് പക്ഷെ നെക്സ്റ്റ് ലെവൽ ഇത് പൊരുത്തപ്പെടാൻ ഭയങ്കര നല്ലോണം ബുദ്ധിമുട്ടുള്ളവരാണ് കേട്ടോ. കാരണം ജന്മന ഇപ്പൊ ഞാൻ എന്ന് പറഞ്ഞാല് ഞാൻ ഒരിക്കലും എന്ന് പറഞ്ഞാല് മനുഷ്യരല്ലേ, എപ്പോഴെങ്കിലും എല്ലാം ചില കാഴ്ചകൾ ഇങ്ങനെ വർണ്ണിച്ച് കേൾക്കുമ്പോൾ ചില പുസ്തകങ്ങളിൽ വായിക്കുമ്പോഴൊക്കെ ആ കാഴ്ച ഒന്ന് കാണുന്നത് എപ്പോഴെങ്കിലും. പക്ഷെ ഞാൻ പലപ്പോഴും ഞാൻ അതിനെക്കുറിച്ചിട്ട് വേവലാതിപ്പെടാറേ ഇല്ല. കാരണം എനിക്കത് അനുഭവമില്ല കണ്ടിട്ട്, അതുകൊണ്ട് മാത്രമാണ്. പക്ഷെ ഈ നഷ്ടപ്പെട്ടവരാകുമ്പോൾ നമുക്കുള്ളത് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് ബോധം ഉണ്ടാവില്ല. പക്ഷെ നഷ്ടപ്പെടുമ്പോഴാണ് പിന്നെ ഞാനതാ പറഞ്ഞ പണ്ട് ഈ ഷാഡോ നോക്കി നടന്നിട്ടുണ്ടായിരുന്നു. ആ കാഴ്ച ഉണ്ടാവും, ഞാൻ ഇന്ന് സ്കൂളിൽ ഒറ്റയ്ക്ക് പോകുമായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ഈ റോഡില് അങ്ങ് ഗേറ്റ് വരെ വേണമെങ്കിൽ ഞാൻ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ പോവാം. പക്ഷെ അത് കഴിഞ്ഞ് ഈ ഗ്രൗണ്ടിലെത്തിയാല് അത് ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ഗ്രൗണ്ടാണ്. അപ്പൊ ഞാൻ വിചാരിക്കും ആ സ്കൂളിന്റെ ഒരു നിഴല് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഭാഗത്തേക്ക് പോവായിരുന്നു ഒറ്റക്ക് നടന്നിട്ട് സ്റ്റിക്ക് ഉപയോഗിച്ചാല്. പക്ഷെ അത് കാണുന്നില്ല. അപ്പൊ നമുക്ക് എത്ര ചെറിയതാണെങ്കിലും നഷ്ടപ്പെടുമ്പോ അത് അതാണ് കാഴ്ചയാണെങ്കിൽ ഒരു തുള്ളി കിട്ടിയാലും നമുക്ക് ലാഭമാണ്. അപ്പൊ കിട്ടാത്ത കാര്യത്തിനെ കുറിച്ചിട്ട് നമ്മൾ വെറുതെ ജീവിതം എന്തിനും നഷ്ടപ്പെടുത്തുന്നത്. അതാണ്. ചേച്ചിക്ക് ഞങ്ങളെ കാണാൻ പറ്റുന്നില്ലെന്നുള്ളൂ, പക്ഷെ ചേച്ചിനെ കാണുന്ന ഒരുപാട് പേരുണ്ട് ചേച്ചി. എനിക്ക് തോന്നുന്നു ചേച്ചിക്ക് ഒരുപാട് മെസ്സേജസ് ഒക്കെ വരാറില്ലേ? ഇഷ്ടം പോലെ. എന്റെ മെസ്സേജ് മാത്രം വായിച്ചു നോക്കി. 2023 വന്ന മെസ്സേജ് ഇന്ന് കേട്ടു. ഞാൻ ഇവിടെ വന്നിരുന്ന് കേൾപ്പിച്ചു കൊടുത്തു. ചേച്ചി ഇതാണ് ഞാൻ പറഞ്ഞത്. അതില്ലേ, ചിലപ്പോ ഒരു ദിവസം ചില ദിവസങ്ങളിലെല്ലാം ഒരുപാട് പേഴ്സണൽ മെസ്സേജ് വരും. അപ്പൊ ചിലപ്പോ അങ്ങനെ മുങ്ങി പോകുന്നുണ്ടാവും. മാക്സിമം ഞാൻ അങ്ങനെ പേഴ്സണലി റിപ്ലൈ കൊടുക്കാറുണ്ട് എന്നാണ് എൻ്റെ ഇപ്പൊ തെറ്റ് പറ്റിയതല്ല ചേച്ചി, അത് എനിക്ക് വേണ്ടി കാത്തു വെച്ച് നമ്മുടെ ചാനലിന് എനിക്ക് ഓൺ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് അത് ഞാൻ പറയില്ല, ചില നിമിത്തങ്ങൾ ഉണ്ടാവും. 1.5 വർഷം പുറകെ നടന്നാൽ എന്താ. അതുപോലെ തന്നെ എനിക്ക് ഇവിടെ വന്നപ്പോൾ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തന്നു കേട്ടോ. ചേച്ചിയോട് ഒരു കുക്കിംഗ് ചോദിച്ചപ്പോഴത്തേക്കും ചേച്ചിക്ക് ഇന്ന് ഇവിടെ കുറെ കല്യാണം ഒക്കെ ഉണ്ട്, അപ്പം കല്യാണത്തിന് പോകേണ്ടതുണ്ട്. ഉണ്ണിയേട്ടൻ ഇവിടെ കേറ്ററിംഗ് സർവീസ് നടത്തണം. അപ്പം ഇന്ന് അവർക്ക് ഇവിടെ കല്യാണം ഉള്ളതിൻ്റെ ഒരു തിരക്ക് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അവര് ഉറപ്പായിട്ട് ഞങ്ങൾക്ക് സദ്യ തന്നേനെ. അല്ലേ ചേച്ചി? അതെ അതെ അതെ, ഇനിയും വേണമെങ്കിൽ തരാം. വേണ്ട വേണ്ട വേണ്ട. ചേച്ചി പുസ്തകം വായിക്കുമെന്ന് പറഞ്ഞു സമയങ്ങളിൽ. അപ്പൊ ഈ പുസ്തകം നിങ്ങളുടെ ബ്രെയിൻ ലിപിയിൽ തന്നെയുള്ള പുസ്തകങ്ങളാണോ വായിക്കുന്നത്? അല്ല, ഓഡിയോ ആണ്. ഓഡിയോ ബുക്സ്. ഞാൻ ബ്രെയിൽ പഠിച്ചു, പക്ഷെ വൈകിട്ട് ഞാൻ ബ്ലൈൻഡ് സ്കൂളിലല്ല പഠിച്ചത്, സാധാരണ സ്കൂളിലാണ് പഠിച്ചത്. ഇവിടെ തന്നെ ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന അതേ സ്കൂളിൽ തന്നെയാണ് 10 വരെ പഠിച്ചത്. അപ്പൊ ഇങ്ങനെ കേട്ട് പഠിച്ചു, അങ്ങനെ മാത്രമാണ്. പക്ഷെ ബ്രെയില് പഠിക്കണം, ബ്ലൈൻഡ് പഠിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു. ചേച്ചി അത് പഠിച്ചിട്ടില്ല ഇതുവരെ? ഞാൻ പഠിച്ചു, 18ാമത്തെ വയസ്സിൽ പഠിച്ചു. കുറച്ച് ഉപയോഗിക്കാനെല്ലാം പറ്റും. പക്ഷെ അതിന് ശേഷം പിന്നെ ഈ ഓഡിയോ, നമ്മളെ കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ ഇതെല്ലാം വന്നു. അപ്പൊ പിന്നെ ആ ബ്രെയില് അതിനെ എനിക്കൊന്ന് ശരിയാക്കി എടുക്കാൻ പറ്റിയിട്ടില്ല. ചേച്ചി ഓഡിയോ ബുക്കാണ് ഞങ്ങൾ വായിക്കുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് വളണ്ടിയേഴ്സ് ഉണ്ട് കുറെ, വാട്സാപ്പ് ടെലിഗ്രാം ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് കുറെ. അപ്പൊ അതിൽ ഇവരിങ്ങനെ ഓരോ ക്ലിപ്പായിട്ട് ഇട്ട് തരും ഓരോ പുസ്തകത്തിന്റെ. പിന്നെ അതുപോലെ ഒന്നിച്ച് ഡ്രൈവ് ലിങ്ക് ആയിട്ട് തരും എല്ലാം. പത്രം, പിന്നെ അതുപോലെ എല്ലാ മാസികകള്, നോവൽസ്, എല്ലാ പുസ്തകങ്ങളും. പിന്നെ ഇംഗ്ലീഷ് പുസ്തകം വായിക്കുന്ന ചാനലുണ്ട് ഇഷ്ടം പോലെ. എല്ലാ 10-26 ഭാഷയിൽ വായിക്കുന്ന പിന്നെ ചാനലുകളുണ്ട്. ഇതൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. ഉണ്ടല്ലേ ചേച്ചി? ചേച്ചിയുടെ ചെറുതില്ല, ചേച്ചി ജനിച്ചപ്പോഴേ കണ്ണ് കാണാൻ മേല? ഇല്ല. പറപ്പുകളുള്ള എനിക്ക് ഒരു ഏട്ടൻ, അനിയത്തി. അവരൊക്കെ വേറെ? അവര് വേറെ. അനിയത്തി ഇപ്പൊ അപ്പുറത്തെ വീട്ടിലാണ്, ഏട്ടൻ കാസർഗോഡാണ്. അവിടെ വർക്ക്. ഇപ്പൊ പറഞ്ഞ പോലെ ചെറുതിലെ ചേച്ചി പറഞ്ഞ പോലെ ഒരു കാഴ്ചയും കാണാത്തോണ്ട് വേവലാതി ഇല്ല, കിട്ടിയതിലെല്ലാം സന്തോഷമാണ്. കിട്ടിയത് ലാഭം. അപ്പം ചെറുതിലെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ കാഴ്ചയുള്ള കുട്ടികളുമായിട്ട് കയറി പോകുമ്പോ ഇപ്പൊ തന്നെ വീട്ടിലെ 2 പേർക്കും കാഴ്ചയുണ്ടല്ലോ, അവരെങ്ങനെയായിരുന്നു ചേച്ചിനെ സപ്പോർട്ട് ചെയ്ത് പഠിക്കുന്നത്? നല്ല സപ്പോർട്ടാണ്. ഏട്ടനൊക്കെ പിന്നെ എപ്പോഴും ഞാൻ ഈ കോഴിക്കോട് പഠിക്കുന്ന സമയത്തൊക്കെ ഏട്ടനാണ് എന്നെ
കൊണ്ടുപോവുകയും കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത്. പിന്നെ അതുപോലെ എൻ്റെ കസിൻ ബ്രദേഴ്സ് ആണെങ്കിലും ഒക്കെ ഒരുപാട് സപ്പോർട്ടാണ് കേട്ടോ. അവരൊക്കെ ഇവിടെ കൊണ്ടുപോവാനും പിന്നെ എല്ലാം ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല പ്രമോദേട്ടനൊക്കെ എനിക്ക് എല്ലാം പാട്ട് പഠിപ്പിച്ചു തരാം, കഥാപ്രസംഗം, പിന്നെ അതുപോലെ എന്താ കവിത, ഇതൊക്കെ പഠിപ്പിച്ചു തരാനും വായിച്ചു തരാനും എല്ലാം അവരൊക്കെ നിൽക്കും. അല്ല, അപ്പൊ എഴുതുന്ന ഒരു ഇതുണ്ടല്ലോ ചേച്ചിക്ക്, അവര് വായിച്ചു തന്നിട്ട് ചേച്ചിയെ കൊണ്ട് എഴുതിപ്പിക്കുമായിരുന്നോ, എങ്ങനെയായിരുന്നു ചേച്ചി? അല്ല, എഴുത്ത് എനിക്ക് അമ്മയാണ് എഴുത്ത് പഠിപ്പിച്ചത്. നിങ്ങളെ സാധാരണ അക്ഷരമെല്ലാം എല്ലാം അറിയാം, പിന്നെ ഹിന്ദിയെല്ലാം മറന്നുപോയി. ഇപ്പൊ ഇംഗ്ലീഷ് ചിലപ്പോൾ ക്യാപിറ്റൽ സ്മോൾ എല്ലാം ഇങ്ങനെ കൺഫ്യൂഷൻ ആവുന്നുണ്ട്, പക്ഷെ മലയാളം ഏകദേശം ഓർമ്മയുണ്ട്. അപ്പൊ പിന്നെ അമ്മ കൈ പിടിച്ച് എഴുതി പഠിപ്പിച്ചതാണ്. കൈ പിടിച്ച് തന്നെ എഴുതി പഠിപ്പിച്ചു? കയ്യിൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ അക്ഷരം, ഓരോ അക്ഷരം. അപ്പൊ ഞാൻ എഴുതും, പക്ഷെ വരിയെല്ലാം എങ്ങോട്ടെങ്കിലും പോവും. ക്ലാസ്സിൽ ഇങ്ങനെ വെറുതെ ഇരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ടീച്ചേഴ്സ് പറയുന്ന നോട്ട് എഴുതിയെടുക്കും. പക്ഷെ അത് ഈ സ്കൂളിൽ ഞാൻ പ്രൈമറി ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ അത് കുറച്ച് പ്രയോജനപ്പെട്ടു. ഞാൻ ചില വാക്കെല്ലാം ബോർഡിൽ എഴുതി കൊടുക്കും, ഒറ്റ വാക്കും അങ്ങനെയല്ല, വലിയ സെന്റൻസ് ആയിട്ടല്ല, 1-2 വേർഡ്സ്. പിന്നെ അവര് ഇപ്പോ ഏത് ധാ ടീച്ചറെ, നാ തിരിച്ചിടുന്ന ധാ അല്ലെ, ചെവിപ്പുള്ളി, മറ്റേ കൊടപ്പുള്ളി അല്ലെ, അല്ല അത് ഫോൺ പുള്ളി എന്നൊക്കെ പിള്ളേർ പറയും. ഇങ്ങനെ ഇങ്ങനെ വെക്കുന്ന ഇതുണ്ടല്ലോ, ഫോൺ പുള്ളി, പേ നല്ല എഴുതുമ്പോ ഇല്ലേ, അതെല്ലാം അത് ഞാൻ അക്ഷരം അന്ന് എഴുതി പഠിച്ചത് കൊണ്ടാണ് എനിക്ക്. ഞാൻ കാഴ്ചയുള്ള കുട്ടികളെയല്ലേ പഠിപ്പിക്കുന്നത്. അപ്പൊ പിന്നെ അതുമല്ല, നേരത്തെ ചോദിച്ച പോലെ ഞാൻ ഈ ഒരു 10-12 വർഷമായിട്ടില്ല വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ആളുകളെ കൂടുതലായിട്ട് പരിചയപ്പെടാൻ തുടങ്ങിയിട്ട്. ബാക്കി മുഴുവൻ ഞാൻ സർവൈവ് ചെയ്യേണ്ട മുഴുവനും കാഴ്ചയുള്ള കുട്ടികളോട്, കാഴ്ചയുള്ള ഫ്രണ്ട്സിനോട്, കാഴ്ചയുള്ള ബന്ധുക്കളോട് എല്ലാം. ഞാൻ എൻ്റെ കൂട്ടത്തിലൊന്നും ആരുമില്ല അങ്ങനെ ഈ ഒരു ഇത് അനുഭവിച്ച ആളുകൾ. അങ്ങനെ അതായിരിക്കും ചിലപ്പോ പിന്നെ ഞാൻ ഇത്രയും കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു കാരണം അതായിരിക്കും. കാരണം ഞാൻ എപ്പോഴും പോരാ, ഞാൻ ചെയ്തത് പോരാ, എനിക്ക് ഒന്നുമില്ല എന്നാണ് ഈ അടുത്ത കാലം വരെ ഞാൻ എന്നെ വിലയിരുത്തിയിരുന്നത്. പക്ഷെ ഇപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനെല്ലാം ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി പോലും എനിക്ക് മാറ്റാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം വീട്ടിലെ പണി എല്ലാവർക്കും ചെയ്യാൻ പറ്റും, ഒരുവിധം എല്ലാം, കുറേ അല്ലെങ്കിൽ എല്ലാം നമുക്ക് എല്ലാം എന്ന് ഞാൻ പറയുന്നില്ല, ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാതെ ഉണ്ടാവും, എന്നാലും അത്യാവശ്യത്തിന് വേണ്ടതെല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ ആദ്യം പിന്നെ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ആളുകൾ അവർക്ക് ഇപ്പോൾ ഉള്ള ഒരുപാട് തൊഴിലവസരമൊന്നും ഇല്ലല്ലോ, ഉള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മൾ ആദ്യം ആർജിക്കണം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം മാത്രമല്ല ചേച്ചി, അതൊരു നല്ല ചേച്ചി പറഞ്ഞ പോലെ ചേച്ചിക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ആളുകൾ അപ്പുറം ഇടവും വലവും കട്ടക്ക് നിൽപ്പുണ്ട്. അപ്പം അതുപോലും ഇല്ലാത്ത ആളുകൾ ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒരു വലിയ കാര്യം തന്നെയാണ്. ഈ ഹോസ്പിറ്റലിൽ പോയിട്ട് എപ്പോഴെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നോ, ഇത് കണ്ണിന് കാഴ്ച കിട്ടാനോ? അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഇതിനില്ല ഇതുവരെ. പിന്നെ കൂത്താട്ടുകുളം ഒരു മാസം ഒരു 10-20 വർഷം മുമ്പ് പോയിട്ടുണ്ടായിരുന്നു. സ്റ്റെം സെൽ തെറാപ്പി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതിന്റെ നമ്മളെ ജർമ്മനിയിൽ നിന്ന് ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ അത് പിന്നെ ഞാനിങ്ങനെ ഇവിടെ കാഞ്ഞങ്ങാട് കുറച്ച് പേര് പോയി, സക്സസ് ഒന്നും അല്ല. അപ്പം ഞാനിവിടെ കാഞ്ഞങ്ങാട് ഒരു ഡോക്ടറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇനി നിങ്ങളത് പ്രതീക്ഷിക്കണ്ട, കാരണം നെർവെല്ലാം കംപ്ലീറ്റ് പോയി, നെർവിന്റെ കംപ്ലൈന്റ് ആണ് എനിക്ക്. അപ്പൊ ഇനിയിപ്പോ അത് പ്രതീക്ഷിക്കണോ? ഞാനത് പ്രതീക്ഷിച്ചിട്ട് തന്നെ പോയതാണ്. ഇനി നമുക്ക് ചേച്ചിയുടെ ഏറ്റവും ബാക്ക് ബോൺ, അല്ലെങ്കിൽ ചേച്ചിനെ ഇത്രയ്ക്കും കട്ടക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഉണ്ണിയേട്ടനുണ്ട്. ഉണ്ണിയേട്ടൻ ഓൺ ദ സ്റ്റേജിൽ വരാൻ കാത്തിരിക്കാം. ഉണ്ണിയേട്ടൻ കസേരയായിട്ട് വാ. ഉണ്ണിയേട്ടൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഉണ്ണിയേട്ടൻ എത്തിയിട്ടുണ്ട്. ഞാൻ വന്നപ്പോൾ മുണ്ടൊക്കെ എടുത്ത ആളാണ്. ഞാൻ പറഞ്ഞു ചേട്ടനെ വിളിക്കുമെന്ന്. അപ്പൊ പോയി ചേച്ചിയുടെ സാരിക്ക് ചേരുന്ന ഷർട്ടൊക്കെ ഇട്ട് സെറ്റായിട്ട് മാച്ചായിട്ട് വന്ന് ഇരിപ്പുണ്ട്. അല്ല ഉണ്ണിയേട്ടാ, കല്യാണത്തിന് പോകാനുണ്ട്. എന്നിട്ട് എന്നോട് ഉണ്ണിയേട്ടൻ പറയാണ്, എന്നോട് ഒന്നും ചോദിക്കരുത്, എനിക്ക് സംസാരിച്ച തെറ്റിപ്പോകുന്നു. എന്നിട്ടാണോ വീഡിയോക്ക് അത് ചേച്ചിയുടെ കൂടെ വരുന്നത്? അല്ല, അത് ഞാൻ അധികം ഡയലോഗ് ഇല്ലല്ലോ, അഭിനയം മാത്രമേ. അച്ഛനെ കൊണ്ട് സംസാരിക്കാനാക്കണ്ട അപ്പൊ തെറ്റും. അപ്പൊ ഡയലോഗ് പഠിച്ചാലും മറന്നുപോകും. എന്തൊക്കെ ചോദിക്കാൻ ഇവള് പറഞ്ഞു തന്നല്ലേ, നമ്മൾ സ്വാഭാവികമായിട്ട് പറയുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ ആരെയും പറഞ്ഞു തന്നാൽ അതുപോലെ പറയണമെന്നുണ്ടെങ്കിൽ എന്തായാലും തെറ്റും. അതുകൊണ്ട് ഞാൻ പറയും ഒന്നും വേണ്ട, നിങ്ങൾക്ക് തോന്നുന്ന പോലെ പറഞ്ഞാൽ മതി. കാരണം ഞങ്ങൾക്ക് എഡിറ്റിംഗ് അറിയാലോ അല്ലേ, ചെയ്യാം. എന്തായാലും ചേച്ചിയുടെ വീഡിയോസ് എടുക്കാൻ ആദ്യം ചേട്ടനാണോ എടുത്തു കൊടുത്തത്? ആരാണ്? അല്ല, അതിൽ മകനാണ്. നമ്മള് ഇങ്ങനെ തുടങ്ങി എന്നുള്ളത് നമ്മളൊരു ചെറുതായിട്ട് നോക്കിയതല്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. അപ്പൊ എല്ലാം ക്ലിക്കായി. അപ്പൊ അവൻ അതിൽ അഗ്രഗണ്യനാണ്, അങ്ങനെ പറയാലോ. ഉഷാറാണ് അവൻ. തീർച്ചയായും എഡിറ്റിങ് കാര്യങ്ങളൊക്കെ അവൻ ആരുടെ പഠിച്ചത്, സ്വന്തമായിട്ട് പഠിച്ചതാണ്.
എന്നിട്ട് ചേച്ചിയുടെ വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ടു. ആദ്യം നമ്മള് പിന്നെ ഒരു ക്യാമറമാനെ വെച്ചിരുന്നു. ആദ്യം നമ്മളൊരു സുഹൃത്താണ്, മൂപ്പർ വന്ന് കാശ് കൊടുക്കണം, പക്ഷെ എന്നാൽ നമ്മൾ വന്ന് ചെയ്തു തരും. പിന്നെ അത് നോക്കുമ്പോൾ നമുക്ക് തന്നെ ചെയ്യാവുന്ന ഒരു ഐഫോൺ ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുന്നുണ്ട്. ഒരു ഐഫോൺ വാങ്ങി ആദ്യം ഡോക്യുമെന്ററി പോലെയല്ല ഞാൻ ചെയ്തത്, കുറെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇന്റർവ്യൂ അങ്ങനെയൊക്കെ ചെയ്തത്. വലിയ വലിയ പാർട്ടായിട്ട് ഒരുപാട് 2 പാർട്ട് 3 പാർട്ടിലെല്ലാം ചെയ്തിട്ടുണ്ടല്ലേ നമ്മള്. പിന്നെ ഒരുപാട് ആൾക്കാർ നോക്കിയാൽ യൂട്യൂബ് കണ്ടാൽ മനസ്സിലാവും. ഞാൻ കണ്ടിരുന്നു. കാരണം നിങ്ങളെയൊക്കെ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ ആദ്യം പഠിക്കുന്ന നിങ്ങളുടെയൊക്കെ ബൃഹത്തായ യൂട്യൂബാണ് ചേട്ടാ. മനസ്സിലായി. ഞാൻ ചോദിച്ചതായിരുന്നു നമ്മൾക്കൊരു, കാരണം ഞാൻ അതിൽ കാണുന്ന ഒരു സന്തോഷം, നമ്മൾക്ക് ചിലവരുടെ വീഡിയോ, ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാ ആളുകളും റിലാക്സ് ചെയ്യുന്ന ചില വീഡിയോസുകളൊക്കെ കണ്ടാൽ, ചിലവരുടെ ആളുകളുടെ വീഡിയോസ് കണ്ടിട്ട് ചില ആളുകൾക്ക് യൂട്യൂബേഴ്സിന് വേറെ കുറെ യൂട്യൂബേഴ്സിന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം റിലാക്സിങ് ആണ്. ഇങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് കേട്ടാൽ ഭയങ്കര രസം തോന്നും, അത്ഭുതം തോന്നും. ഇപ്പൊ ഞാൻ അറിയാതെ ഒരാളുടെ വാളിൽ ചേച്ചിയുടെ ഒരു വീഡിയോ വന്നെന്ന് വെച്ചോ, സ്ട്രെസ് ആയിട്ടിരിക്കുന്ന അപ്പൊ തന്നെ അയാൾ വിചാരിക്കും എന്റെ ദൈവം എനിക്ക് എന്തിന്റെ കുറവാ. അല്ല, അങ്ങനെ ഒരുപാട് ആളുകള് എന്നോട് പറയാറുണ്ട്, പേഴ്സണലായിട്ടൊക്കെ അങ്ങനെ മെസ്സേജ് ഇടാറുണ്ട്. ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയമായിരുന്നു, ഞാൻ കുറച്ച് സ്ട്രെസ്ഡ് ആയിരുന്നു, എനിക്ക് പക്ഷെ വീഡിയോ കണ്ടപ്പോ ഒരുപാട് ഞാൻ റിലീഫായി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇടാറുണ്ട്. അപ്പൊ അതാണ് എന്റെ ചാനലിന്റെ വിജയം എന്ന് ഞാൻ വിചാരിക്കുമ്പോ. തീർച്ചയായും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമുക്ക് ഒരുപാട് ചാനൽ അല്ലാണ്ട് തന്നെ ആളുകൾ ഫേമസ് ആവാൻ ഓരോന്ന് കാണിക്കാൻ നമുക്ക് കാണാറുണ്ട്. എന്താ പറയാ, നമുക്ക് ഓരോ തരത്തിലാണ് കുറവ്. ഞാനേ ഇവരെ പിന്നെ പറയുമ്പോഴാണ് ഇവരെ ബ്ലൈൻഡിന്റെ കുറെ പരിപാടിക്കാൻ പോയിട്ടുണ്ട്. നമ്മൾ അവിടെ ചെന്നപ്പോഴേ നമ്മളൊന്നും അല്ല എന്നുള്ള കാര്യം അപ്പൊ മനസ്സിലാക്കി. നമ്മളൊന്നും അല്ല, ഇവരൊക്കെയാണ് താരങ്ങൾ. അല്ല, നമുക്കേ ഓവർ കോൺഫിഡൻസ് നമുക്കെല്ലാം ഉണ്ടല്ലോ, എല്ലാം ഉണ്ടല്ലോ. അപ്പൊ ഇവരെന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാർ ഇവളെ നമുക്ക് ഒറ്റക്ക് വിടാൻ ഭയങ്കര വിഷമമാണ്. അവള് പറയാറുണ്ട് എപ്പോഴും, ഞാൻ ഇവിടുന്ന് സ്കൂളിലേക്ക് നടന്നു പോയിക്കോളാം, കുഴപ്പമില്ല. പക്ഷെ നമുക്കത് താല്പര്യമില്ല. നമ്മളുള്ളിടത്തോളം കാലം നോക്കട്ടെ, പിന്നെ പുറകെ നോക്കിയാൽ മതി, അപ്പൊ പഠിച്ചാൽ മതി. ഇപ്പോഴും അങ്ങനെ പറയുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ട് കയറുമ്പോ തന്നെ അമ്മ വന്നിട്ട്, ഇപ്പൊ ഞാൻ ബൈക്കിലൂടെ കൊണ്ടിറക്കിയ അവിടുന്ന് ഇങ്ങോട്ട് കയറുമ്പോ തന്നെ അമ്മ. അപ്പൊ അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ അമ്മ ഇവിടെ എത്തിയിട്ടുണ്ടാവും. ഞാൻ കൈ ഇങ്ങനെ വെറുതെ പിടിച്ചാൽ മതി, അമ്മ ഉണ്ടെന്നൊന്നും അറിയില്ല. ഞാൻ കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അമ്മ വന്ന് എന്റെ കൈ പിടിക്കും. അപ്പൊ ഒരു കൈ ബൈക്ക് ഇവിടം വരെ എത്തിക്കും. അപ്പൊ പിന്നെ അങ്ങനെ ആ ഒരു സപ്പോർട്ടില്ല. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത ആളുകൾ ഒറ്റയ്ക്ക് പോകുന്നുണ്ട്, അവരൊക്കെ ഡ്രൈവ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ അവർ ചെയ്യുന്നത്. അത് നമ്മളെ ആവശ്യമാണ്. അതാണ് ആവശ്യം വരുമ്പോ. ഇപ്പൊ ഞാനും ചിലപ്പോ ഒറ്റക്ക് പോകും. അവിടെ ചെന്ന് കഴിഞ്ഞാല് അവരെന്നെ ഓടിക്കും, നിൽക്കണ്ട ഞങ്ങൾ നോക്കിക്കോളാന്ന് പറയും. ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങളെ കൂടെ ഒന്ന് അവള് പഠിക്കട്ടെ, ഒറ്റയ്ക്ക് പോവാനും വരാനും റൂമിലേക്ക് പോവാനും വരാനും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ക്യാമ്പൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഒരു വലിയ ക്യാമ്പ് ഉണ്ടായിരുന്നു. നമ്മള് ബൊത്താനിക്കാട് എന്ന സ്ഥലത്ത് ഒരു 3 ദിവസത്തെ ക്യാമ്പ് ഉണ്ടായിരുന്നു. ക്യാമ്പ് അല്ല, ഇവിടെ ക്ലാസ് ഹോം മാനേജ്മെന്റ് ട്രെയിനിങ് ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾ. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികളെ വരെ നമ്മൾ അവിടെ ചെന്നപ്പോ കണ്ടു. നമുക്ക് നാട്ടിൽ വെച്ച് കാസർഗോഡ് ഇവിടെ തൊട്ട് അത്ര ഒരു 4-5 കിലോമീറ്റർ അപ്പുറമുള്ള ആൾക്കാരവരെ അവിടെ ചെന്നിട്ടാണ് കാണുന്നത്. ശരിയാണ്. ഇപ്പൊ ഇനി പറഞ്ഞില്ലേ, നമ്മൾ പലതരത്തിൽ പലതും പറയുന്നത്, സോഷ്യൽ മീഡിയ നമ്മളെയൊക്കെ പല രീതിയിൽ കണക്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണ്, സോഷ്യൽ മീഡിയ. കാരണം ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഇവർക്ക്, ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ചേട്ടൻ പറഞ്ഞു 4 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരാളെ കാണുന്നില്ല. പക്ഷെ ഇതിന്റെ ഒരു ഉപയോഗം ശരിക്കുള്ളത് വന്നപ്പോ ആളുകൾക്ക് കുറെ കൂടെ പുറത്തേക്ക് ഇറങ്ങാനും അവരുടെ കാര്യങ്ങൾ സംസാരിക്കാനും അവർക്കൊരു ഹെൽപ്പിന് പോലുള്ളൊരു സ്റ്റേജിലേക്ക് എത്തി. ഇവിടെ അടുത്താണ് ഉണ്ണിയേട്ടൻ്റെ വീട്? അതോ? ശരിക്കും എന്റെ അമ്മയുടെ നാട് തന്നെയാണിത്. എന്റെ പിന്നെ അമ്മാവന്റെ മകളുമാണ് ഇവിടെ. റിലേറ്റീവ് ആണ്. പ്രണയമൊന്നും അത് ചോദിച്ചപ്പോ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ചേച്ചിനെ ഇങ്ങനെ ഒരു നോട്ടം. അത് ക്ലാസ് ആയിരുന്നു കേട്ടോ ആ നോട്ടം. ചേച്ചി അങ്ങനെ തന്നെ ചേച്ചിനെ അത് പറഞ്ഞപ്പോ ഒരു ക്ലാസ് നോട്ടം ചേട്ടൻ നോക്കി. പക്ഷെ തമ്മിൽ കണ്ട പിന്നെ അത് പറയാനായിരുന്നു. ഇയാൾ എപ്പോഴും പറയും, അതിനെങ്ങനെ നിന്നോടൊന്ന് പറയാൻ പറ്റുമോ തുറന്നിട്ട് ഇഷ്ടമില്ലത്, പകരം ചിലപ്പോ അടി കിട്ടിയോങ്കിലോ എന്നാന്ന് പറയല് എപ്പോഴും. അങ്ങനെ പേടിച്ചിട്ട് കുറെ കാലം പറഞ്ഞില്ല. പക്ഷെ പിന്നെ നമ്മൾ തീരുമാനിച്ചു, വീട്ടില് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് പ്രണയം തന്നെയായിരുന്നു? ഞാൻ ചെറിയൊരു ലവ്, അത്രേ. ഒറ്റയടിക്ക് വീണു പോയി, പറഞ്ഞില്ല. ഒറ്റയടിക്ക് ഇല്ല, ഒറ്റയടിക്കൊന്നും വീണിട്ടില്ല. കുറച്ചിങ്ങനെ പുറകെ നടന്നു. പിന്നെ ഞാൻ പാവല്ലേന്ന് വിചാരിച്ചു. ശരി, നമ്മളങ്ങ് മനസ്സലിഞ്ഞു കൊടുക്കും. കേട്ടല്ലോ അല്ലേ? അവിടെ അലക്കുകൾ ഇപ്പോഴും ഉണ്ടാവും തന്നെ. അതൊന്നും ഉണ്ടല്ലോ അലക്കുകളിന്റെ കഥ. അടുത്താണ് ചോദിച്ചത്. എന്നെ ചോദിച്ചത് പറഞ്ഞു. അത് പറയാൻ പറ്റൂല, സീക്രട്ടാണ്.
അമ്മയൊക്കെ ഇരിക്കുന്നതാ വേണേ ജലം നടക്കാൻ. അങ്ങനെയൊന്നുമില്ല, നമ്മളെ സാധാരണ എങ്ങനെയാന്ന് അതുപോലെ തന്നെ, വേറൊന്നുമില്ല. ആ നിങ്ങൾ ബന്ധുക്കാരായതുകൊണ്ട് തന്നെ എപ്പോഴും കാണാനും എടുക്കാനും ഒക്കെ പറ്റിയിരുന്നു. ആ ഓക്കെ. അപ്പം ഇയാള് കുളിക്കാനെല്ലാം വെള്ളം പണ്ട് ആ പഴയ വീടുണ്ടാകുമ്പോ ഒരു 90-89 കുളിക്കാനെല്ലാം വെള്ളം എടുത്ത് കൊണ്ടുവച്ച് തരും. ഞാൻ എടുക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ എടുത്തവിടെ കൊണ്ടുവച്ചിട്ടെല്ലാം തരലുണ്ട്. അന്നേ അല്ലല്ല അപ്പോഴൊന്നുമില്ല, അപ്പൊ ഒന്നും ഉണ്ടായിട്ടില്ല. ചെറുതല്ലേ, അപ്പൊ ഞാൻ ചെറിയ കുട്ടിയല്ലേ, അപ്പൊ അപ്പോഴൊന്നും നമ്മൾ അങ്ങനെ സഹായം ചെയ്തു തന്നിട്ടുണ്ട്. മനസ്സിലൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല അങ്ങനത്തെ കാര്യങ്ങൾ. അത് നമ്മുടെ കൂട്ടത്തിൽ ഇവരെ വീട്ടിൽ തന്നെ 2 വർഷത്തോളം ഞാൻ താമസിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനത്തെ ആ സമയത്തൊന്നും പിന്നെ 7 അയലത്ത് പോലും എത്തിയിട്ടില്ലാണല്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അല്ല നമ്മളെ അങ്ങനെയാണ്. അല്ല ശരിയാ, നമ്മുടെ ഒരു കൂടപ്പിറപ്പ് അത്രേ ഉള്ളൂ. എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അങ്ങനെ ഹെൽപ്പ് ചെയ്തു. പിന്നെ ഇതിനോടൊന്നും അങ്ങനെ അധികം പറഞ്ഞത്, അധികം വർത്താനൊന്നും പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാ കരക്കത്ത് വീശുന്നെന്ന് പറയാൻ പറ്റത്തില്ലല്ലേ. ഇന്നലെ ഞാൻ ഞാൻ വെള്ളമൊഴിക്കാൻ പോയപ്പോ അവിടെ പിന്നെ ഒരു അരകല്ല് കണ്ടു. അപ്പൊ എനിക്ക് ഇവിടെ ഓർമ്മ വന്നു, എപ്പോഴും അരകല്ലിന്റെ അടുത്ത് ഇരുന്ന് അരക്കുന്നുണ്ടാവും, അരി അരക്കുന്നുണ്ടാവും. എന്റെ അമ്മമ്മ ശരിക്കും പറഞ്ഞാൽ ഈ ഇതിന്റെ ബാലപാഠം പഠിച്ച കുക്കിങ്ങിന്റെ ബാലപാഠം ഞാൻ അങ്ങനെയാ പഠിച്ചു തന്നു. കാരണം അമ്മമ്മ ഇല്ല, ഞാൻ ഈ കല്ലിന്റെ അടുത്ത് ചിലപ്പോ ഇരുന്നാല് ഉച്ചവരെ അതിന്റെ മരട്ടന്നെ ഇരുന്ന് പോകും. അങ്ങനെ അരക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞ അമ്മമ്മ ഇതാ സാമ്പാറിനെ അരക്കണം പെണ്ണേ എന്ന് പറയും. അപ്പൊ അമ്മമ്മ ഇതെല്ലാം വറുത്ത് കൊണ്ടുവന്നിട്ട് ഓരോന്നായിട്ട് ഇത് മുളക് മല്ലി ഇതെല്ലാം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിന്റെ ഇതും കൂടി കിട്ടിയിട്ട് അതില്, കാരണം അതിന്റെ റെസിപ്പി എങ്ങനെയാണുള്ളത് അതിൽ കിട്ടി. മനസ്സിലായി മനസ്സിലായി. അമ്മൂമ്മ കറക്റ്റ് ആയിട്ട് ഇഡലിക്ക് അരക്കണമെങ്കിൽ ആദ്യം ഉഴുന്ന് കൊണ്ടിട്ട് അത് കറക്റ്റ് അരച്ചു. ഇനി അതിന് ശേഷം മാത്രമേ ഈ അരി അരച്ചുവിടൂ അതിലിട്ടിട്ട്. അപ്പൊ നമുക്ക് ഇഡലിക്ക് അങ്ങനെയാന്ന് ഉഴുന്ന് വേറെ ഇറക്കണം. പിന്നെ പുട്ടിന് പൊടിക്കല്, കപ്പ പുട്ടിന് പൊടിക്കൽ, ഇതെല്ലാം ഞാൻ ആ കല്ലില് ഇട്ട് ഇങ്ങനെ ഇത് ചെയ്യുമായിരുന്നു അന്ന്. പിന്നെ അതാ ശരിക്കും പറഞ്ഞാൽ ഒരു ബാലപാഠം എന്ന് പറയാ. തീർച്ചയായും അത് 9ലും 10ലും പഠിക്കുമ്പോഴേ ചെറിയ ചെറിയ ക്ലാസ്സിന്നേ തുടങ്ങി, അതിന് മുമ്പേ തുടങ്ങലുണ്ട്. നിലം തുടക്കലും അങ്ങനത്തെ എല്ലാം പണ്ടേ ചെയ്യും. പിന്നെ ഇത് പറയുമ്പോ അല്ല ഇവള് ഒറ്റയ്ക്ക് നടന്നു പോയ വഴിയുണ്ട് ശരിക്കും പറഞ്ഞാൽ. അന്ന് ആലോചിച്ചിട്ടാ നമുക്ക് ഇത്രയും നമുക്ക് കാഴ്ച ഇല്ല എന്നുള്ള കാര്യം നമുക്ക്. ഞാൻ എല്ലാ കാഴ്ചനാ മാക്സിമം ഉപയോഗിച്ച ആളാണെന്ന് എനിക്ക് ഇപ്പോഴാ തോന്നുന്നത്. ചെറിയ പന്ന് പറഞ്ഞാൽ ചെറിയ വെട്ടത്തിന് ചെറിയ വെട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പൊ രണ്ട് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ സ്ഥിരം നടന്നു പോകുന്ന ഈ നാട്ടുവഴികൾ ഉണ്ടല്ലോ, ആ വഴിക്കൊരു വ്യത്യാസം ഉണ്ടാവും. പിന്നെ നടന്നു പോകുമ്പോ ചില ഷാഡോ ഉണ്ടാവും, വലിയ മരത്തിന്റെ ഷാഡോ, കുറച്ചപ്പുറം എത്തുമ്പോ ഒരു തെങ്ങിന്റെ ഷാഡോ. അവിടെ എത്തുമ്പോ ഓരോ സ്ഥലത്ത് എത്തുമ്പോ എനിക്ക് അടുത്തടുത്ത വീട്ടിൽ കേട്ടോ അറിയുന്ന സ്ഥലത്ത് സ്ഥിരം പോകുന്ന, അപ്പൊ ഞാൻ എത്തുമ്പോ ഇന്ന സ്ഥലത്ത് ആ മാർക്ക് എനിക്കങ്ങനെ മനസ്സിലാവും. ചിലപ്പോ കണക്ഷൻ വിട്ടുപോയാൽ കംപ്ലീറ്റ് വിടും. കംപ്ലീറ്റ് എവിടെ എത്തിയത് അങ്ങനെ ഒരു പെട്ടെന്ന്. പിന്നെ പട്ടീരെ മേത്ത് പോയിട്ട് വീഴും, പശുവിന്റെ കയറ് തടഞ്ഞു കെട്ടിയിട്ട് വീഴും, ഇതെല്ലാം അന്ന്. പക്ഷെ ഇത് അങ്ങനെ ആശേച്ചിയുടെ അമ്മ കേട്ടോ ഭക്ഷണം തന്നു. ഇപ്പൊ ആശേച്ചി പറഞ്ഞതിൽ ഒരു ഡയലോഗ് എനിക്ക് ഭയങ്കര ഹോണ്ട് ചെയ്തു. ചേച്ചി ഇവിടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോ ചേച്ചി ഇങ്ങനെ കൈ വെക്കുമ്പോ തന്നെ അമ്മ അവിടെ ഉണ്ടാവുമെന്ന്. അപ്പൊ അതുപോലെ തന്നെ ആശേച്ചിയെ കാണാൻ വന്ന ഞങ്ങൾക്ക് അതേ കൈ പിടിച്ചിട്ടാണ് അകത്ത് കൊണ്ടുപോയി ഭക്ഷണം തന്നത്. അമ്മ ഒരു നേരത്തെ ഭക്ഷണം തന്നെങ്കിൽ ഭയങ്കര സന്തോഷം. അപ്പൊ കല്യാണത്തിന് പോയിട്ടോ പൂവൊന്നും വെച്ചില്ല? ഇല്ല. സുന്ദരി ചേച്ചി പറഞ്ഞ നേരെ തന്നെയാ. കണക്ഷൻ അപ്പൊ നമ്മൾക്കൊന്ന് വിട്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് പോകും. പിന്നെ ഇതിലെന്താ പറഞ്ഞ വേറൊന്നെന്ന് പറഞ്ഞാല് ഞാൻ എല്ലാവർക്കും കിട്ടാത്ത, കുറെ പേർക്ക് കിട്ടുന്നുണ്ടാവും, പക്ഷെ ഭൂരിഭാഗം ആളുകൾക്കും കിട്ടാത്ത ഒരു സപ്പോർട്ട്. ഇപ്പൊ ഫാമിലി എന്ന് പറഞ്ഞാല് ഞാൻ എൻ്റെ ഫാമിലിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ സാമ്പത്തികമായിട്ടും ബാക്കി എല്ലാ രീതിയിലും കായികമായിട്ടൊക്കെ അവർക്ക് എന്നെ കൊണ്ടും പ്രയോജനമുണ്ട്, ഞാൻ അവരെയും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ഞാൻ അവരെ എനിക്ക് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾ, എനിക്ക് അവർക്ക് എന്നെ കൊണ്ട് വലിയ ഒരു പ്രയോജനം ഉണ്ടാവില്ല ചിലപ്പോൾ. പക്ഷെ അവരുടെ സപ്പോർട്ട് ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഊർജ്ജമാണ്. എനിക്ക് എന്റെ ഫാമിലി പോലെയോ ചിലപ്പോ അതിലുപരിയോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അത്രയും സപ്പോർട്ടാണ് എന്റെ സഹപ്രവർത്തകർ. അത് ശരിക്കും എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല. അതാണ് അത് പറഞ്ഞ ചേച്ചി ഏറ്റവും കൂടുതൽ സമയം അവരുടെ കൂടെയാണ് ഇരിക്കുന്നത്. അവർക്ക് അവരത് കാരണം അത്രയും മണിക്കൂർ ഒന്നിച്ചാണ് 8 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞ സ്കൂളിൽ പോകുന്ന 8 മണിക്കൂർ ഒന്നിച്ചിരിക്കുമ്പോ തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ ഒരു ഇതുണ്ടാവും. ഉണ്ണിയേട്ടാ നമ്മൾ അലക്കുകല്ലിൽ നിൽക്കുക. അല്ല ആലക്കല്ല് ഇപ്പോഴും ഉണ്ടെന്ന് പറയുന്നത്. അതെ അതെ, ആലക്കല്ലിന്റെ ചോട്ടി വെച്ചിട്ടാണോ ചേച്ചിയോട് ഇഷ്ടമാണെന്ന് പറഞ്ഞത്? അലക്കുകല്ല് എന്നിട്ട് ഓടി. ചേട്ടന് പിന്നീട് ഒരു സമയത്ത് ചേച്ചിക്ക് കല്യാണം ആലോചിച്ച സമയത്താണോ ചേട്ടന് തോന്നിയത് ഇങ്ങനെ ഇഷ്ടമാണെന്ന് പറയണം? അല്ലെങ്കിൽ അല്ല, ഞങ്ങള് കുറച്ചു കാലം ഒരു ഉടക്കിലായിരുന്നു. എന്തിനു തന്നെ നമുക്കറിയില്ല, ഇപ്പോഴും അറിയില്ല. അല്ല അതില്ലേ ഈ ബന്ധുക്കളെല്ലാം ഇങ്ങനെ പിന്നെ ഈ
പറയും വെറുതെ ഇവരെ എന്റെ പിന്നെ മുറച്ചെറുക്കനല്ലേ അപ്പൊ ഇങ്ങനെ പിന്നെ ഇയാളിടക്ക് വീട്ടിലേക്ക് വരെയും പോകലും ചെയ്യുമ്പോ ഇങ്ങനെ ആളുകൾ ആദ്യം ഇവള് കല്യാണം കഴിക്കും പിന്നെ കല്യാണം അങ്ങനെ പറയുമ്പോ നമുക്ക് സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഉണ്ടാവില്ല ഒരു ദേഷ്യം പോലെ എനിക്ക്. അപ്പൊ ഇയാള് വർത്താനം പറയാനും വരുമ്പോ എനിക്ക് ദേഷ്യം വരുമോ? അത് കേട്ടിട്ടാണ് ആ മുറച്ചെറുക്കം വരുന്ന കല്യാണം കഴിക്കും. ചേച്ചിക്ക് അതൊരു താല്പര്യം ഇല്ലായിരുന്നോ കല്യാണം? ഇല്ല, നമ്മളങ്ങനെ അങ്ങനെയല്ല. ഈ കല്യാണം എന്ന് പറഞ്ഞാല് എനിക്ക് ശരിക്കും പറഞ്ഞാല് ഈ പിന്നെ ഇത് ആ സമയത്തൊന്നും എനിക്കിങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റുമോ, ഇതെല്ലാം ഇങ്ങനെ വീട്ടിലെ പണി അടുക്കള ഈ കുക്കിംഗ് ഒന്നും ഞാൻ ആ സമയത്ത് ചെയ്യില്ല. അതൊന്നും പറ്റാത്തവർക്ക് അന്ന് പെണ്ണ് എന്നെ കല്യാണം കഴിക്കുന്നത് എന്തിനാന്ന് പിന്നെ ആണിന് എല്ലാ പണിയും എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കഞ്ഞിയും കറിയും വെക്കുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പൊ അതെനിക്കില്ലാത്തതുകൊണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു അന്ന് ആരും അറിയുകയും ചെയ്യില്ല. എനിക്ക് വിഷ്വലിയും ബെഡായിട്ടുള്ള ആളറിയില്ല. അപ്പൊ ഇത് എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ളതൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ ഇവര് വീട്ടുകാര് അവർ എനിക്ക് പരിചയമില്ലാത്ത ആളെ അങ്ങനെയെല്ലാം എന്തായാലും അവരെ കല്യാണം കഴിപ്പിക്കുന്നില്ല ഒരു ഇത് വന്നു. അപ്പൊ പിന്നെ ഇയാള് പറയുകയും ചെയ്തു അവിടെ ആൽക്കുന്നിടത്ത് വന്നിട്ട് പിന്നെ ആയിക്കോട്ടെ അല്ല ഒന്നുമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ നിന്നെ കല്യാണം കഴിക്കുന്നു പറഞ്ഞിട്ട് ഓടി പറഞ്ഞിട്ട് അപ്പൊ എനിക്ക് ആലോചിക്കണം ഞാൻ ആലോചിച്ചിട്ട് പറയാറുണ്ട്. അപ്പൊ ഒരു 3 ദിവസം സമയം കൊടുത്തു ആലോചിക്കാൻ. 3 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഇവളൊന്നും പറയുന്നൊന്നുമില്ല. പിന്നെ 3 ദിവസം സമയം കൊടുത്തിട്ട് സർക്കാർ ഓഫീസിലെ ഫയൽ പിന്നെ ഫയൽ ചെയ്യാൻ 3 ദിവസമല്ല പിന്നെ ഒരു ദിവസം കഴിഞ്ഞു. അല്ല നിങ്ങളിത് പറയുമ്പോഴല്ലോ ഇപ്പൊ ആളുകൾ ഓർക്കും നിങ്ങളുടെ സ്വകാര്യതയും ചോദിക്കുന്നതാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഞാനിത് ചോദിച്ചപ്പോ രണ്ടുപേരും അലക്കുകല്ലിന്റെ അടുത്തും ആ കാലഘട്ടമൊക്കെ ഒന്നുകൂടെ ഒന്ന് പോയില്ലേ? തീർച്ചയായിട്ടും ഇടക്കിടക്ക് പോവാറുണ്ടല്ലേ? എന്നിട്ട് ഇഷ്ടാന്ന് പറഞ്ഞ പിന്നെ 4-ാം നാള് പറഞ്ഞു പിന്നെ വീട്ടിൽ പറഞ്ഞ്. എത്ര കുട്ടികളാ ഇപ്പം? ഞങ്ങൾക്ക് 3 പേര്. ഇരട്ടകളോ? രണ്ടുപേര്. ഒരാള് ആദ്യം പോയി സ്കൂട്ടറിൽ, ഇപ്പൊ ഒരാള് ബൈക്ക് കാർ എടുത്തിട്ട് പോയി. പിന്നെ ഒരാൾ ഇപ്പൊ എവിടെയുള്ളത്? ഗൾഫിൽ പോയിട്ടുണ്ട്. വെറുതെ ഒന്ന് പോയി വരാന്നിട്ട് പോയതാ. ഉണ്ണിയേട്ടൻ ഇപ്പൊ കാറ്ററിംഗ് കാര്യങ്ങൾ? ഞാൻ കാറ്ററിംഗ് ഒരു 11 വർഷമായിട്ട് 14 വർഷമായിട്ട് ഇപ്പൊ കാറ്ററിംഗ് ആണ്. ചേച്ചിയാണോ? ഇവളൊക്കെ ഒരുപാട് ഇത് ചെയ്തിട്ടുണ്ട്. അതൊന്നും പറയാൻ പറ്റില്ല, അത്രയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഹെൽപ്പ് പറഞ്ഞാൽ എനിക്കൊരു പിന്നെ നമ്മളെ ഒരാൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന പോലെയല്ല 100 പേർക്ക് ഉണ്ടാക്കും. തീർച്ചയായും ചേട്ടാ. അപ്പൊ നമുക്കൊരു ധൈര്യക്കുറവുണ്ടായിരുന്നു. അപ്പൊ ഇവള് കട്ടക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും പിന്നെ നമുക്കൊരു എന്തെങ്കിലും കാര്യം ഹെൽപ്പ് ചെയ്യണമെന്ന് ഈ ഉള്ളിയൊക്കെ വൃത്തിയാക്കി തരുന്നാല് എത്ര വേണം കൊണ്ടു കൊടുത്താലും ശരിയാക്കി തരും. ഉണ്ണിയേട്ടൻ വെക്കുന്ന കറികളിൽ ഏറ്റവും ഇഷ്ടം ഏതാ ചേച്ചിക്ക്? അവക്കൊന്നും ഇഷ്ടമല്ല. ഞാൻ തമ്പ് വെക്കാൻ വേണ്ടി ചോദിച്ചു. ഉണ്ണിയേട്ടൻ വെക്കുന്നതിൽ ഇതാണ് എനിക്ക് ഇഷ്ടം. പക്ഷെ അതെന്താന്നറിയാം, ഞാൻ നോൺ വെജ് കഴിക്കൂല. ഞാന് നോൺ വെജ് ഉണ്ണിയേട്ടൻ അധികവും നോൺ വെജാണ് വെക്കുന്നത്. അപ്പൊ എനിക്ക് അങ്ങനെ നോൺ വെജ് കഴിക്കില്ല ഞാൻ. പിന്നെ മസാലയൊന്നും എനിക്ക് അധികം ഇഷ്ടമല്ല. മീൻ കഴിക്കും, പക്ഷെ അത് ഇങ്ങനെ ചെറിയ മീനും അങ്ങനെ എല്ലാം കഴിക്കുന്നല്ലാണ്ട് ബാക്കി പിന്നെ ഈ മസാലയൊന്നും ഒരുപാട് ഇഷ്ടമല്ല. പിന്നെ ഈ പുളിശ്ശേരി പുളിങ്കറി അങ്ങനത്തെ എല്ലാം എന്റെ ഇഷ്ടം. അപ്പൊ മൂപ്പര് വെക്കുന്നതെല്ലാം ഈ മസാലയും അങ്ങനത്തെ എല്ലാം ആയതുകൊണ്ട് അതുകൊണ്ടാ പറഞ്ഞത് അതെ. ഓക്ക് ഇഷ്ടമുള്ള കറികളുണ്ട്. നമ്മളെ പിന്നെ ഞാൻ ചിലർക്ക് ഇടയ്ക്ക് നമുക്ക് വെജിറ്റേറിയൻ ഭക്ഷണം ഉണ്ടെങ്കിൽ എടുക്കും. അവിയല സാമ്പാറെല്ലാം എന്താണെന്ന് ചേട്ടാ. അല്ല, ആദ്യത്തെ കമന്റ് ഞാൻ ചോദിക്കലോ അവളോട് തന്നെ, എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ഭക്ഷണം പറയും, അഭിപ്രായം പറയും. പിന്നെ ഒരുപാട് വർക്ക് ഉണ്ട്. പിന്നെ നമ്മൾ പുറത്തുനിന്ന് ആളെ ചേർക്കും എക്സ്ട്രാ. നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പുറത്തുനിന്ന് ആളെ ചേർക്കും. ജസ്റ്റ് ഒരു നമുക്ക് മാത്രമല്ല പ്രേക്ഷകർക്കും കൊണ്ട് വേണ്ടിയിട്ടുള്ള ഒരു അറിവിലേക്കാണ് ചോദിക്കുന്നത്. ഇപ്പൊ ചേച്ചീനെ കല്യാണം കഴിച്ചു, നമുക്ക് ഒരാളെ കല്യാണം കഴിച്ചു കൊണ്ടുവരാൻ പറ്റും. പിന്നീട് ചേച്ചി ഇപ്പം കുഞ്ഞുങ്ങളുടെ കാര്യത്തിലേക്ക് പ്രസവവും ഈ പറയുന്ന കുഞ്ഞുങ്ങളെ വളർത്തുന്നതും എങ്ങനെയായിരുന്നു ചേട്ടാ? അതെങ്ങനെയാണ് നിങ്ങൾ ഞാനൊരു എനിക്ക് വേണ്ടിയിട്ടെന്നല്ല, മൊത്തത്തിൽ ഒരാളോട് പറയാനാണെങ്കിൽ ചേട്ടൻ എങ്ങനെയാ അത് പറയാൻ പറ്റും? അല്ല, ഇതിലിപ്പോ എനിക്ക് തന്നെ അങ്ങനെ പറയാൻ പറ്റില്ല. എന്താ പറയുക, ഞാൻ ആ സമയത്തൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. മെയിനായിട്ട് നാട്ടിലുണ്ടായിരുന്നില്ല, ഞാൻ ഗൾഫിലായിരുന്ന സമയത്ത്. പിന്നെ ഇവളാണ് എല്ലാം. നമ്മൾ വിചാരിക്കുന്നത് ചോദ്യം ചോദിച്ചതിലൊരു ഇത് ഞാൻ പറയാം. പ്രണയം എന്ന് പറയുന്നത് നമ്മള് കുറച്ച് കാൽപ്പനികമായിട്ടുള്ള ഒരു കാര്യമാണ്. ആർക്കും ആരോടും എപ്പോഴും തോന്നാം അല്ലെ? അത് എല്ലാ കാലം നിലനിൽക്കണം എന്നില്ല. തീർച്ചയായും. പിന്നെ വിവാഹം എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലാണ് കുറച്ചുകൂടി. നമ്മൾ ആ പറഞ്ഞ പ്രണയം എല്ലാം ചിലപ്പോൾ ഒരു വിവാഹത്തോട് കൂടിയിട്ട് അവിടെ തീരും ഇല്ലേ? 12 വർഷം കല്യാണം കഴിച്ചിട്ട് 3 മാസത്തിൽ ഡൈവേഴ്സ് ആയ കേസ് ഇഷ്ടം പോലെ ഉണ്ട്, എനിക്കറിയുന്നത് തന്നെ. പക്ഷെ അത് നമ്മൾ നിലനിർത്തണമെങ്കിൽ, പ്രത്യേകിച്ച് സാധാരണക്കാർക്കും അങ്ങനെയാണ്, പ്രത്യേകിച്ച് എന്നെ പോലുള്ള ഒരാൾക്ക് അത് നിലനിർത്തണമെങ്കിൽ
ഇവര് മാത്രം കോംപ്രമൈസ് ചെയ്താ പോരാ. ഞാനിപ്പോ ബ്ലൈൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് കുത്തിരുന്നാല് ഉണ്ണിയേട്ടന് എന്നോട് ഇഷ്ടം ഉണ്ടാവണമെന്നില്ല. പിന്നെ ആദ്യമുള്ള ഇഷ്ടം പോവും അല്ലേ. പക്ഷെ ഞാനത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഞാനത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബ്ലൈൻഡായിട്ട് ഒരിക്കലും ഇരുന്നിട്ടില്ല വീട്ടില്. ഞാൻ ഓരോ ദിവസവും ഞാൻ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുക ചെയ്തത്. അതെനിക്ക് പരിപൂർണ ബോധ്യമുണ്ട്. അതായിരിക്കാം ചിലപ്പോൾ എൻ്റെ ജീവിത വിജയത്തിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ വീട്ടിലെയും പ്രത്യേകിച്ച് ഉണ്ണിയേട്ടൻ്റെ അതുപോലെ എൻ്റെ അച്ഛൻ അമ്മ എല്ലാവരെയും സപ്പോർട്ടും മക്കളെ എല്ലാവരെയും സപ്പോർട്ടും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. അതാണ്. പക്ഷെ ഞാനതിൽ ഒരുപാട് ഞാൻ പിന്നെ എന്താ സാക്രിഫൈസ് എന്ന് അന്നെല്ലാം പറയാം. ഇന്നിപ്പോ എനിക്ക് അങ്ങനെ തോന്നില്ല. പക്ഷേ അല്ല ചേച്ചി, അത് ചേച്ചി ഇപ്പൊ പറഞ്ഞല്ലോ അന്ന് നമുക്കത് വേണം എന്നുള്ളത് കൊണ്ടാണ്. അതായത് ഇത് ചെയ്തെങ്കിലേ നമുക്ക് ഈ കുടുംബം നിലനിൽക്കുള്ളൂ. കാരണം അതൊരു ചലഞ്ചാണ് ആളുകളുടെ മുമ്പിൽ സോഷ്യൽ. കാരണം പിന്നെ ഇതിപ്പോ ഞാൻ വീട്ടിലെ പണിയെടുത്തില്ലെങ്കിൽ ഉണ്ണിയേട്ടനല്ല പ്രശ്നം, നാട്ടുകാർക്കായിരിക്കും ചിലപ്പോ. അതാണ്. ചോദിച്ചിട്ടുണ്ട് ഉണ്ണിയേട്ടൻ്റെ അമ്മയോട്. ഇവള് വീട്ടിലെ പണിയെല്ലാം എടുക്കുക പറയുമ്പോ വേഗം ഉണ്ണിയേട്ടൻ്റെ അമ്മ ആദ്യം പറഞ്ഞത് കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പോയ ദിവസം പരിചയമില്ലാത്ത ആരോ ചോദിച്ചാൽ തോന്നും, പരിചയമില്ലാത്ത ആരോ എന്നാ. അപ്പം അമ്മ പറഞ്ഞാൽ ഞാനൊന്നും ചെയ്യില്ല. പക്ഷെ അമ്മ പറഞ്ഞു ഓള് വീട്ടിലെ പണിയെല്ലാം ചെയ്യും, നല്ല മീൻകറിയെല്ലാം വെക്കും. അമ്മ വെറുതെ പറഞ്ഞു കേട്ടോ. പക്ഷെ അതെനിക്കൊരു അന്നെന്തോ ഒരു ആ സമയത്ത് ഭയങ്കര ടെൻഷനായത്. ഇതെല്ലാരും ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും, എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നല്ലേ. ആ ഒരു കാലഘട്ടം ഭയങ്കര പുറകോട്ടാണ്. ഇന്നത്തെ കാലത്ത് ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഇടി കിട്ടും. ഇന്നിപ്പോ പാരന്റ്സ് പറയുന്നത് എന്താണ്, എന്റെ കുട്ടിക്ക് ജോലി ചെയ്യാൻ അറിയില്ല എന്നാണ് അഭിമാനത്തോടെ പറയുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് അത് ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി. ഇപ്പൊ എന്റെ മക്കള് ഞാനിവിടെ ഇല്ലെങ്കിൽ അവര് അടുക്കള അവർ അത്യാവശ്യം അവരെ കാര്യങ്ങൾ ചെയ്യും. ആൺകുട്ടികളെ എനിക്ക് തോന്നുന്നു നമ്മൾ സെൽഫായിട്ട് നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യും. അത് ബ്ലൈൻഡ് ആയിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ, ഇനി ആൺകുട്ടി എന്നില്ല പെൺകുട്ടിന്നോ അങ്ങനെ ട്രാൻസ്ജെൻഡർ ഒന്നും വ്യത്യാസം വേണ്ട. നമ്മളെ വീട്ടിലെ കാര്യം അറിയാതെ നമ്മള് ലോകത്തിനെ അറിയുന്നതിന്റെ ഒരു പ്രാഥമികമായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ അങ്ങ് ഏറ്റവും അങ്ങേ തലത്തിലെ കാര്യമാണ്. കാരണം ഒരു വീട്ടിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനാവൂല്ലെങ്കിൽ, വീട്ടിലത്തെ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റൂലെങ്കിൽ എവിടെ പോയാലും നമുക്കത് ഇതാക്കണം എന്നില്ല. തീർച്ചയായും. ചേച്ചിയുടെ ചാനലിന്റെ പേര് ഒന്നുകൂടെ വൃത്തിക്ക് പറഞ്ഞു. വിപാസന വ്ളോഗ് ബൈ ആശാല. അതെന്താണ് ഈ വിപാസന? വിപാസന എന്ന് പറഞ്ഞാല് അത് പാലി നെയ്മാന്നത്. അതൊരു മെഡിറ്റേഷൻ ആണ്. പക്ഷെ ഞാൻ എടുത്തത് അതിന്റെ വേർഡ് മീനിങ് ഇൻസൈറ്റ്, ഡിഫറെന്റ് വ്യൂ, ക്ലിയർ വ്യൂ എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഞാൻ ആ വേർഡ് മീനിങ്ങിലാണ് അത് എടുത്തിട്ടുള്ളത്. അതെന്റെ ഏട്ടനാണ് എനിക്ക് ആ പേര് സജസ്റ്റ് ചെയ്ത് തന്നു. എന്റെ ബ്രദർ, രണ്ടാളും ഉണ്ണിയാണ്. ഏട്ടനും ഉണ്ണി തന്നെയാണല്ലോ പേര്. ഓക്കെ. ചേച്ചിയുടെ പേരിൽ പിന്നെ ഉണ്ട് ആശാ ലത എന്നാണ്. അതെ. അതില് ചേച്ചി എന്നോടൊരു കഥ പറഞ്ഞു. ആശ എന്നുള്ളത് അച്ഛൻ പറഞ്ഞു, ലത എന്നുള്ളത് അമ്മ പറഞ്ഞു. രണ്ടാളും പിടക്കാണ്ടിരിക്കാൻ ആശാ ലത. പക്ഷെ വീട്ടിൽ അമ്മയ്ക്ക് മുൻതൂക്കം, വീട്ടിൽ ലത. അല്ല നമ്മളെല്ലാവരും അങ്ങനെ ലത അല്ലേ. ആശ എന്നുള്ള പേര് നമുക്ക് അങ്ങനെ ഇതില്ല. സ്കൂളിലും ഒക്കെ നമ്മളെല്ലാം അവിടെ പോയിട്ട് ലതാന്ന് പറയും. ടീച്ചറേ ഇല്ല സാറേ. പക്ഷെ നമുക്ക് ഇവിടെ ഒരു കാര്യം കൂടെ, നമുക്ക് ഇവളെയൊക്കെ ഈ കാഴ്ചയില്ല എന്നുള്ള കാര്യം നമുക്ക് ആർക്കും അത് അങ്ങനെ ചിന്തിക്കാറ് പോലുമില്ല. നമ്മളെ ഈ വീട്ടിൽ ആർക്കും പിന്നെ അവക്ക് കാഴ്ചയില്ല എന്നുള്ള കാര്യം ഞങ്ങൾ ആരും ചിന്തിക്കില്ല. നമ്മൾ ഒരു സാധാരണ അമ്മ ഞാൻ ജോലി ചെയ്തല്ല മുമ്പൊന്നും അങ്ങനെ. ഇപ്പൊ കുറച്ച് അനുഭവമെല്ലാം വന്നിട്ടുണ്ട്. പക്ഷെ മുമ്പല്ലാണെങ്കിൽ പക്ഷെ അതുകൊണ്ട് എനിക്ക് അത് ഇമ്പ്രൂവ് ആവാൻ പറ്റി. അമ്മ ശ്രദ്ധിച്ചിരുന്നില്ല. അമ്മ അല്ല അമ്മ ഇത് അമ്മക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടാവില്ല. ഇപ്പോഴും എന്റെ ഫ്രണ്ട്സ് എല്ലാം വേണമെങ്കിൽ വേഗം മൊബൈലിൽ ഒരു ഫോണില് ഫോട്ടോ എന്താ കൊണ്ട് കാണിക്കും എന്നെ. ചിലപ്പോ ഫോട്ടോ അവർക്ക് ഓർമ്മ എന്നെ. ഞാൻ ഇടപെടുന്ന ആളുകൾക്ക് അത് നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. എനിക്കില്ല അംഗീകാരമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അവരെ കൊണ്ട് കാണിക്കും എന്നാ ഇതാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവർക്ക് ഓർമ്മ വരുന്നത്, ഇത് കാണുന്നില്ല. അതുപോലെ എന്റെ അമ്മയെ ഞാൻ ചെയ്ത എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ മുമ്പെല്ലാം അമ്മ നല്ലോണം ചീത്ത പറയും, ശരിയാവാത്തോ. കാണുന്നില്ല ചോദിക്കലുണ്ട്. അല്ല നമ്മളും ചോദിക്കലുണ്ട്, നിനക്കെന്ത് നോക്കിക്കൂടെ എന്ന് പറയും. എന്ത് നോക്കിക്കൂടെ നമ്മള്. അതുപോലെ നിങ്ങളുടെ ഇവിടെ ഒരു കത്തിയിൽ ചേച്ചി ഇരുന്ന് അരിയുന്നത് കാണിച്ചില്ല. അമ്മോ കണ്ടിട്ട് എനിക്ക് പേടിയായി കേട്ടോ. അതെന്റെ അമ്മമ്മ ഉപയോഗിച്ച കത്തി. അത് ചേച്ചി പറഞ്ഞിരുന്നു. പക്ഷെ അതില് അപകടമൊന്നും ഇല്ലാട്ടാ. അത് എന്റെ അഭിപ്രായത്തില് ബ്ലൈൻഡിന് മറ്റേ കത്തി ഞാൻ കൈ കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ കൈ മുറിക്കും ഞാൻ. എനിക്ക് എന്റെ എക്സ്പീരിയൻസ് ഇല്ലാത്തോണ്ടായിരിക്കും. എക്സ്പീരിയൻസ് ഇല്ലാതെ അല്ല ചേച്ചി പറഞ്ഞ നേരം എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ ഒറ്റ കത്തിയിൽ നമുക്ക് പേടിയാണ്. നമുക്ക് മറ്റതിലില്ലേ എല്ലാം എത്ര വലിയ സാധനം മീനോ ഏത് വേണമെങ്കിലും അതിൽ അരിയാൻ പറ്റും. ഓക്കെ ചേച്ചി, നമ്മളോട് ഇന്ന് ചേട്ടൻ പറഞ്ഞ പോലെ ഒരുങ്ങിയിരിക്കുകയാണ് കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട്. അതില് നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം ചേച്ചി പറഞ്ഞ പോലെ
പഞ്ചേന്ദ്രിയങ്ങളും വർക്ക് ചെയ്യുന്ന ഒരുപാട് മനുഷ്യർക്കിടയിൽ ഒരു ഇന്ദ്രിയങ്ങൾ നഷ്ടപ്പെട്ടവർ എങ്ങനെയാണ് അവർ സർവൈവ് ചെയ്യുന്നത്, അവരുടെ ജീവിതം ഉണ്ണിയേട്ടന് തോന്നിയിട്ടുണ്ട്, എനിക്ക് തോന്നിയിട്ടുണ്ട്, നമുക്കൊക്കെ ചെറിയ അഹങ്കാരമുണ്ട്. കാരണം നമുക്ക് ഇന്ന് ചെയ്യേണ്ട കാര്യം നാളെ ചെയ്താലും മതിയല്ലോ എന്ന് പറഞ്ഞ് മാറ്റി വെക്കും. പക്ഷേ ആശേച്ചിയെ പോലുള്ളവർ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചലഞ്ച് ചെയ്യുള്ളവർ അവരത് കറക്റ്റ് ചെയ്യും. കാരണം അവർക്ക് അതേ ഉള്ളൂ, പിറ്റേ ദിവസത്തേക്ക് ഇത് ചെയ്തെങ്കിലേ പിറ്റേ ദിവസം വെളുക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് അങ്ങനെയല്ല, ഇന്ന് എല്ലാം ഉണ്ടല്ലോ, അതുകൊണ്ട് നാളെ ചെയ്താൽ മതി എന്നുള്ളൊരു അഹങ്കാരമുണ്ട്. അപ്പൊ എന്താണെങ്കിലും ചേച്ചി ഒരുപാട് സന്തോഷം, 1.5 വർഷത്തിന് ശേഷം കാണാൻ പറ്റി, സംസാരിക്കാൻ പറ്റി, എല്ലാത്തിനും സന്തോഷം ചേച്ചി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.